നമുക്ക് ഇതിൽ ക്ലിനിക്കൽ നോട്ട്സിന്റെ സൈഡിലേക്ക് എന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ പ്ലെയിൻ ടെക്സ്റ്റ് ടൈപ്പിംഗ് ആയിട്ടാണ് ക്ലിനിക്കൽ നോട്ട് ഉണ്ടാവുക. അത് നമ്മുടെ പ്രീവിയസ് നോട്ടിൽ നിന്ന് പ്രഡിക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ പ്രഡിക്ഷൻ ഓൺ ആയിരിക്കുകയും സജസ്റ്റ് നോട്ട് എന്ന് പറഞ്ഞ ചെക്ക് ബോക്സ് ഓൺ ആയിരിക്കണം. ഓൺ ആയിരുന്നാൽ മുൻപ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള നോട്ട്സിന്റെ പ്രഡിക്ഷനിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു നോട്ട് സെലക്ട് ചെയ്തെടുത്ത് അതിൽ കറക്ഷൻസ് ചെയ്യാം. പക്ഷെ എപ്പോഴും പേഷ്യൻസിനെ അങ്ങനെ കറക്റ്റ് ചെയ്ത് പോകലൊന്നും പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ സിമിലർ സെന്റൻസുകളെ ടെംപ്ലേറ്റ് ആക്കി വെച്ച് ക്ലിനിക്കൽ നോട്ട് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംവിധാനം എന്ന് പറഞ്ഞാൽ ആ ബർഗർ മെനു, ലെഫ്റ്റ് ടോപ്പിലുള്ള ബർഗർ മെനുവിൽ പോയി ഷോർട്ട് കട്ട് മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ വന്നിട്ട് കൺട്രോൾ ഷിഫ്റ്റ് ആഫ്റ്റർ ഞാൻ ഉപയോഗിക്കുന്ന കീ കോമ്പിനേഷനാണ് കൺട്രോൾ ഷിഫ്റ്റ് ദെൻ ഐ എന്ന് പറഞ്ഞ ആൽഫബറ്റ് ഞാൻ ഉപയോഗിക്കുകയാണെങ്കിൽ എനിക്ക് എന്താണോ വേണ്ടത് അതിൻ്റെ ഫോർമാറ്റ് സ്ട്രക്ചർ എല്ലാം സെറ്റ് ചെയ്ത് എനിക്ക് കൺട്രോൾ ഷിഫ്റ്റ് ഐയിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെ എ മുതൽ ഇസഡ് വരെയും 1 to 0 വരെയും അപ്പ് ആരോ ഡൗൺ ആരോ ലെഫ്റ്റ് ആരോ അങ്ങനെ 40 കീകളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. 40 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലിനിക്കൽ നോട്ട്സ് ടെംപ്ലേറ്റ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിനുശേഷം നമ്മളൊരു പേഷ്യൻറ്റിനെ എടുത്താൽ ഞാൻ കൺട്രോൾ ഷിഫ്റ്റ് ഐ പ്രസ് ചെയ്താൽ ആ നോട്ട്സ് അവിടെ പേസ്റ്റ് ആണ്. അതിനകത്ത് എന്തെങ്കിലും എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാം. അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള റെഗുലർ സെൻറ്റൻസുകളെ നമുക്ക് അങ്ങനെ ഫോർമാറ്റ് ചെയ്ത് വെക്കാം. പലപ്പോഴും അവിടെ ഇരുന്ന് നല്ല വൃത്തിക്കൊക്കെ നോട്ട് എഴുതണമെന്ന് വെച്ചാൽ ഒന്നും പ്രാക്ടിക്കൽ അല്ല.